അപ്പോൾ ഫസ്റ്റ് തെളിയില്ല, കത്തിപ്പോകുന്നില്ല അല്ലേ? നോക്കാം. നോക്കട്ടെ, കത്തിപ്പോയാ ആടേ എന്താ സാറേ? ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് മിരാലോമയിലാണ്. നമ്മുടെ അപ്പോയിൻമെൻറ്റ് 4 മണിക്കല്ലേ നമ്മുടെ കോസ്കോയിൽ. നമ്മൾ ഏകദേശം 3 മണിക്ക് തൊട്ട് മുമ്പ് തന്നെ എത്തിക്കഴിഞ്ഞു. അപ്പം ശരിക്കും നമ്മുടെ ഒൻറ്റാറിയോ ടൈം 6 മണി ആകാറായി. എനിക്കാണ് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. അതോടൊപ്പം തന്നെ ഫുഡ് കഴിക്കാൻ വിശന്നിട്ട് ഒരു രക്ഷയില്ല. കാരണം അപ്പോയിൻമെൻറ്റ് താമസിക്കരുതല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചവിട്ടി പിടിച്ച് പോരുമായിരുന്നു. എന്തായാലും ഇതിപ്പോൾ ഒരു ഫ്ലൈങ് ആണ്. നമ്മുടെ ജോമറ്റ് പല്ലേക്കാനൊക്കെ പോയതാണ്. പുള്ളി ഫ്രഷ് ആയി കഴിയുമ്പോൾ പുള്ളി വണ്ടി എടുത്തോളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് കോസ്കോയിലും കൂടെ ഒന്ന് പോയിട്ട് നമുക്ക് കയറി കിടക്കാം. ബാക്കി വിശേഷങ്ങൾ എണീറ്റിട്ട് എടുക്കാം. അങ്ങനെ നമ്മളിതാ അതിവിദഗ്ധമായി അപ്പോയിൻമെന്റ് സമയത്തിന് നേരത്തെ മാർട്ടി ബ്രോയുടെ പ്രത്യേകതരമായ ഡ്രൈവിങ്ങിലൂടെ അതിഗംഭീരമായ ഡ്രൈവിംഗ് നൈസായിട്ടേ. എന്തായാലും ദൈവമേ, ഇവിടെ അപ്പോയിൻമെന്റിന്റെ സമയത്ത് എത്തിയല്ലോ. കാര്യം മനുഷ്യൻ, ഞാൻ എത്രയാണെന്ന് 60 മണ്ടേ പോകത്തില്ല. ആണോ? കറക്റ്റ് സമയത്ത് നമ്മൾ എത്തി. എടുത്തിട്ട് സ്ഥിരം തെറ്റും അകത്തല്ല ചെക്കിങ് വിടണ്ടാവുള്ളേ. അവന്മാര് റോങ് അപ്പോയിന്റ്മെന്റ് ടൈം തരും അല്ലേ? അല്ല, അവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. ശരിക്കുള്ള ടൈം അതാണ്. ഞങ്ങളുടെ ഡെസ്പാച്ചിന്റെ നമ്മൾ താമസിക്കാണ്ടിരിക്കുക അവന്മാർ അഡ്വാൻസ് ആയിട്ട് കൂട്ടി തരും. അഡ്വാൻസ് ആയിട്ടൊന്നും അല്ല, ചിലപ്പോൾ നാളത്തെ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും. അത് ചേഞ്ച് ചെയ്തത് ഇവർക്ക് മെയിൽ വിട്ടുവാണ് ഞങ്ങളുടെ കമ്പനിക്കാർക്ക്. അവരത് അറിയൂല്ലോ കേൾക്കൂല. ഞങ്ങൾ അയ്യോ അത് അറിഞ്ഞില്ല എന്നാ പറയാ, ഒരു ദിവസമൊക്കെയോ. അപ്പൊ ഈ തൊട്ടടുത്തല്ല നമ്മുടെ മറ്റേ ഇത് നമ്മൾ സ്ഥിരം പോകുന്നത് തീയെ, അവിടെയാണ് ഞങ്ങളുടെ സ്ഥിരം കൂട്. ഇവിടുത്തെ കിട്ടിയാല് തള്ളെടുത്തോ ഇവിടെ അല്ലേ? അങ്ങനെ നമ്മള് കോസ്കോയിലെത്തി. ഇതേ ഈ ഒരു ചെറിയ ഷെഡിന്റെ അകത്താണ് ആള് നിക്കുന്നത്. അതിന്റെ ഓഫീസിലല്ലേ. ജോമറ്റോ പേപ്പർ വർക്ക് ഒക്കെ കൊടുത്ത് പേജർ മേടിക്കാൻ വേണ്ടിട്ട് നിൽക്കുക. Checking at 4 a.m. at that little building right there. 4 a.m. Okay. 4 a.m. Okay. എനിക്ക് തോന്നണില്ല നമ്മുടെ അപ്പോയിന്റ്മെന്റ് 4 മണിക്കാണ്, 5 മണിക്കാന്ന് തോന്നല്ലേ? അതാ 4 മണിക്കാണ്. എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചെക്കിൻ ചെയ്യാം. എന്നാ സാറാ പറഞ്ഞേ? നമുക്ക് 4:30 അപ്പോയിന്റ്മെന്റ്. അത് ശരി. അപ്പൊ 4 മണിക്ക് വരെ അരമണിക്കൂർ. ഇപ്പം നേരത്തെ നമ്മളെ ചാമ്പ് ചെയ്താ എന്നാലും കുഴപ്പമില്ല. അരമണിക്കൂറല്ലേ ചാമ്പ്യുള്ളൂ. സമാധാനമുണ്ട്. കാരണം അത് അവരൊരു സെക്യൂർ ആക്കിയതാ കുറച്ചുകൂടെ. എവിടുന്ന് കിട്ടി? തെമ്മൂന്ന് മേടിച്ചോ? ഹായ്. വേറൊന്നും അല്ല, വേണ്ട നമ്മുടെ ജോമറ്റുമായി കുറെ നാളായി ഈ പറയുന്ന പോലെ 2 കണ്ണിന്റെ ആ ഒരു ഇത് വിൻഷീൽഡിൽ വെച്ചിട്ടുള്ള സെറ്റപ്പില്ലേ. അപ്പം തെമ്മൂന്ന് മേടിച്ചാന്നാ പറഞ്ഞേ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി രാത്രി ഫുള്ളില്ല കണ്ണൊക്കെ തെളിയിച്ച്. അപ്പോൾ ഫസ്റ്റ് തെളിയില്ല, കത്തിപ്പോകുന്നില്ല അല്ലേ? നോക്കട്ടെ, കത്തിപ്പോയാ ആടേ എന്താ സാറേ? അത് കുറെ മോഡുണ്ടെന്ന് തോന്നുന്നു. കുറെ മോഡുകളുണ്ടല്ലേ? അതിൽ ഇവിടെ ഞെക്കുമ്പം വരുന്നുണ്ട്. അത് യൂഷ്വലി നമുക്ക് വല്ല ഇതുണ്ടെങ്കിൽ നമുക്ക് നടുവിൽ പിടിപ്പിച്ചാൽ നല്ല സെറ്റായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഉറങ്ങി എണീറ്റിട്ടൊക്കെ പിടിപ്പിക്കാം. അത് മതി, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. സംഭവം കൊള്ളാം. സ്നേഹിത പ്രവർത്തിക്കുമോ? ഞാൻ ഉദ്ദേശിച്ചത്ര. ഞാൻ ഓർത്ത് വലിയ LED പാനലായിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആ ഡെവിൾസ് ഐ എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ടോ? നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞായിരുന്നു, യൂറോപ്യൻ ട്രക്കുകളിലൊക്കെ സാറിന് കാണുന്ന ആ ഒരു സാധനം. അപ്പം ഇപ്പൊ എന്തായാലും നല്ല ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നോക്കി നല്ല കറക്റ്റായിട്ടൊക്കെ ഓടിച്ചു വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉറങ്ങി ഒന്ന് എണീറ്റിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ 6 മണി 6:30 കഴിഞ്ഞു ഇവിടുത്തെ നമ്മുടെ ഒൻറ്റാറിയോ സമയം. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഫുഡ് കഴിച്ചിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. തന്നെയല്ല ഇനിയിപ്പോൾ അതിനിടെ ഡെലിവറി ആവുമെന്നൊന്നും അറിയില്ലല്ലോ. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് വെക്കാമല്ലോ. ഒരു ഡബിൾ സൈ മേടിക്കാനുള്ള കാരണം വേറെ ഒന്നല്ല, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മള്
ഫ്ലോറിഡ പോയിട്ട് തിരിച്ചു വന്നു. നമ്മള് ഒരു ട്രാഫിക്കിൽ പെട്ടില്ലേ, വൻ ട്രാഫിക്. അന്ന് നമ്മൾ ഫ്ലൈഞ്ചേ കയറിയില്ലേ, അപ്പൊ അവിടെ 2-3 വണ്ടിയൊക്കെ ഉണ്ട്. അപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ തമ്മിൽ കാണുന്നത്. കൊച്ചിന് ഡ്രസ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മേടിച്ചേക്കാന്ന് വെച്ചു. ഇത് വന്നിട്ട് എനിക്ക് 2 ആഴ്ചയായി. പിന്നെ താമസിച്ചു കൊണ്ടുവരാൻ പിന്നെ മടി. എന്നാ ഇവ ഡോർ 35 കിട്ടിയോ? ഓക്കെ, നോ പേ എന്നുള്ളതിനെ എനിക്ക് നേരെ കൊണ്ട് ബാക്കി വിടാമോ? ഓക്കെ. അങ്ങനെ നമ്മുടെ ലോഡിന്റെ ഡോറെല്ലാം തുറന്നു. വേണ്ടേ, ആ കാണുന്ന 35 എന്ന് പറയുന്ന ഡോക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങോട്ട് നമ്മുടെ ജോമറ്റ് ബാക്കപ്പ് ഇടുക. ടൊറന്റോയിൽ നിന്നും വരുന്ന 1 ലോഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഫോർ കോസ്കോ. അപ്പൊ എന്തായാലും ഡോക്കിൽ ബാക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി എണീറ്റിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ കേട്ടോ, ഞാൻ തളർന്നു പോകും. അതുകൊണ്ട് നമുക്ക് എന്തായാലും കിടന്ന് ഉറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നെ പറയാം. സാറേ, ഞാൻ പയ്യെ കയറി കിടക്കട്ടെ. ഓക്കെ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ 1:30 സമയം 2:30 ആയേ. നല്ല ചൂട്. പയ്യെ എണീറ്റേക്കാം. ലക്ഷണം കണ്ടിട്ട് വണ്ടി വിലുങ്ങിട്ട് ലോഡിംഗ് ഒക്കെ ആയെന്ന് തോന്നുന്നു. ചാമറ്റൂറോ, എന്താ കാര്യങ്ങൾ? എന്താ പറയാ, എന്നാ നടക്കണേ? ശോകോ എന്നാ? ചോറ്റാണ് ഫുള്ള് കലിപ്പിലാ വണ്ടി ഓടിക്കുന്നത്. കലിപ്പ് എന്ന് പറഞ്ഞ ഫുള്ള് എന്നോടാണെങ്കിൽ മിണ്ടുന്ന പോലും ഇല്ല. അപ്പം അവരോട് പറയാൻ പറ്റാത്ത ദേഷ്യം എന്നോടാ തീർക്കണേ. നീ അല്ലേ ഇവിടെ 7 കൊല്ലം പണിയെടുത്തേന്ന് പറഞ്ഞു. ഇത് ചെയ്യല പോയി. ചിരിക്കണ മൊത്തം കൂടെ എടുക്കട്ടെ. ഞാൻ അവരെ കലിച്ചിരിക്കണൊക്കെ ബാക്കി പിന്നീട് കമന്റ് പറയാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞ വീണ്ടും കലിപ്പിലാക്കണ്ടെന്ന്. നമ്മൾ വേണ്ട നമ്മുടെ ട്രെയിലർ കൊണ്ടിടേണ്ട ഷേഫർ അവന്യൂലെ യാർഡിൽ എത്തിയിരിക്കുകയാണ്. അങ്ങകലെ നമുക്ക് എടുക്കേണ്ട empty ട്രെയിലർ കിടക്കുന്നത് കണ്ടോ? ഈ ട്രെയിലർ എടുക്കുന്ന അതേ സ്പോട്ടിൽ വേണം ഇടാൻ വേണ്ടി. ഈ ഒരൊറ്റ സ്പോട്ടേ ഇവിടെ ഉള്ളൂ. റിയാക്ഷൻ എടുക്കാനാണ് ഞാൻ വെച്ചത്. നിങ്ങളൊന്നും പറഞ്ഞില്ല. നൈസായിട്ട് നിങ്ങൾ ആ റിയാക്ഷൻ അവോയ്ഡ് ചെയ്ത്. അപ്പൊ നമുക്ക് ആ കിടക്കുന്ന ഒരൊറ്റ സ്പോട്ട് ഈ യാർഡിൽ നമ്മുടെ കമ്പനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട് വേണം ഇത് അവിടെ ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും അപ്പുറത്തേക്ക് ഹുക്ക് ചെയ്യണം. കാലങ്ങളായിട്ട് ഇവിടെ കിടക്കുന്ന ഒരു ട്രക്കിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ?
അങ്ങനെ ട്രെയിലറെല്ലാം നമ്മൾ മാറ്റി ഹുക്ക് ചെയ്തു. പക്ഷെ മാറ്റി ഹുക്ക് ചെയ്താൽ ഇവിടെ കിടന്ന ട്രെയിലർ ഉണ്ടല്ലോ ഭയങ്കര ഡേർട്ടി ആയിരുന്നു. പണ്ട് കൊണ്ടുവന്ന സാധനം ഏതാണ്ട് എണ്ണമയം നിറഞ്ഞ എന്തോ സാധനവും നിറയെ അതിൻ്റെ അകത്ത് ചീത്ത സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കാരണം നമ്മുടെ ജോമറ്റോ ആയത് അടിച്ചു കളയുക. വെള്ളം അപ്പോൾ എന്തായാലും ട്രെയിലറും ക്ലീനാക്കി മാറ്റി കുത്തി ഞാൻ അടുത്ത പിക്കപ്പ് എടുക്കാൻ നമ്മൾ പോവുകയാണ്. ഏകദേശം 84 കിലോമീറ്റർ ഉണ്ട് അടുത്ത സ്ഥലത്തേക്ക്. പക്ഷേ 1.5 മണിക്കൂറുണ്ടെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. കാരണം ഭയങ്കര ട്രാഫിക്കുള്ള സമയമാണ്, റഷ് അവർ ട്രാഫിക്കുള്ള സമയമാണ്. എന്താ ചെയ്യാ? അപ്പം വേറെ ഉറങ്ങിയില്ലായിരുന്നു പോയി. ഞങ്ങൾക്കൊരു നല്ല ട്രിപ്പുകളൊക്കെ ഒന്ന് കമ്പനി ഞങ്ങളെ സന്തോഷിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതുകൊണ്ടാ നിങ്ങൾ ഈ റോഡിലെ ട്രാഫിക് ഉണ്ടോ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ട്രാഫിക് ആട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ലോസ് ആഞ്ചലസിലെ ഈവനിങ് ട്രാഫിക്. എന്തായാലും നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, ഡോക്ക് കിട്ടി. 17 എന്ന് പറയുന്ന ഡോക്കിലാണ് നമുക്ക് ഇടേണ്ടത് കേട്ടോ. ബാക്കിപ്പെടാം. അങ്ങനെ നമ്മൾ 17 കൊണ്ട് ബാക്കപ്പ് ഇട്ടിരിക്കുകയാണ്. നമുക്ക് വീല് ചോക്കും കൂടെ ചെയ്യാം. എന്തുകൊണ്ടോ പല പല കാരണങ്ങളാണെന്ന് തോന്നുന്നു നമുക്കൊരു മൊത്തത്തിൽ ഒരു മൂഡില്ല കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ട്രക്കർ ആകുമ്പോൾ അതും ജസ്റ്റ് ചുമ്മാ ഒരു ട്രാവൽ വ്ളോഗർ അല്ലല്ലോ. ഒരു ജോലി എടുത്തുകൊണ്ട് ആ ഒരു ജോലിനെ കുറിച്ചുള്ള വ്ളോഗിങ് അല്ലേ ചെയ്യണം. അപ്പോൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടായാലും അതെല്ലാം കൺവേ ചെയ്യുന്ന വ്ളോഗ് ചെയ്യുന്നതാണ് ഒരു നല്ല വ്ളോഗർ എന്നുള്ളത് എനിക്കറിയാം. അപ്പം എന്തായാലും ഇതുപോലത്തെ സ്ട്രെസ്ഫുൾ സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ ഒരു യൂഷ്വൽ കാര്യങ്ങളിൽ അത് കണ്ടോ ഇത് കണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി വ്ളോഗ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നതും റിയലായിട്ട് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും ഞാൻ ആലോചിക്കും നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്നൊക്കെ ആലോചിക്കൂലേ. ഇനി നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും അവർ ലോഡ് കയറ്റട്ടെ, നമുക്ക് ഇവിടുന്ന് പയ്യെ ഇറങ്ങാം. ജോമറ്റോ ഉറങ്ങാൻ കിടന്നു കേട്ടോ. ശരിക്കും കോസ്കോയുടെ അപ്പോയിൻമെൻറ്റിന് നിന്ന് താമസിക്കേണ്ട. കാരണം റോഡിൽ ഒരു അപകടം നടന്നാൽ മതി, ആ റോഡ് മുഴുവൻ ബ്ലോക്കായി നമ്മുടെ അപ്പോയിൻമെൻറ്റ് മിസ്സാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കോസ്കോയുടെ അപ്പോയിൻമെൻറ്റ് താമസിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ട്രക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നോടത്ത് നിന്ന് ഒരു കാപ്പി എടുക്കുമോ അല്ല നമ്മുടെ വെള്ളം റീഫിൽ ചെയ്യാനോ ഒന്നും നിന്നില്ല. തന്നെയല്ല ഇന്ന് നേരം വെളുത്തപ്പോൾ ഭയങ്കര ചൂടുമായിരുന്നു. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ആണെങ്കിലും തീർന്നു, വിശക്കുന്നുമുണ്ട്. ഇനി ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട് ബാർസ്റ്റോയിലെ ലൗസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ഇറിറ്റേഷൻ നിറഞ്ഞ ഒരു ഡേ ആയിരുന്നു. ലോഡും എടുത്തു, വേണ്ട സീലും ഇട്ടു, നേരെ വണ്ടി എടുത്ത് വിട്ടു പോയേക്കാം. നമുക്ക് ബാർസ്റ്റോയിലെ ലൗസിൽ നിർത്തിയിട്ട് വേണം ഒരു കാപ്പി എടുക്കാനും പറ്റുവാണ് ഒരു ഷവർ എടുക്കാൻ. Yeah. Don't pour up, check back. Okay.
അപ്പോൾ എന്തായാലും നമ്മുടെ ലോഡെല്ലാം എടുത്തു, പേപ്പർ വർക്ക് കിട്ടി, സീലൊക്കെ ചെക്ക് ചെയ്തു. നമ്മൾ നേരെ ബാർ സ്റ്റോട്ടോ. വേണ്ട ഒരു ബുഗാറ്റി വരുന്നുണ്ട് കേട്ടോ. ബുഗാറ്റി, കിടിലം ബുഗാറ്റി. നോക്ക്, ഞാൻ ആദ്യമായിട്ടോ ഒരു ബുഗാറ്റി നേരിട്ട് കാണണം കേട്ടോ. അവൻ എത്ര സൂക്ഷിച്ചാ ഓടിക്കണമെന്നറിയാം. മുമ്പിലും പുറകിലുള്ള വണ്ടികളിൽ നിന്ന് 3-4 വണ്ടികൾ ഗ്യാപ്പ് ഇട്ടിട്ട് പേടിച്ച് അവനെ ഓടിക്കണം. ആരെങ്കിലും പോറിച്ചാൽ എത്ര രൂപയുടെ പോക്കായിരിക്കും പോണത്.